Hello, welcome back to my channel. ഡബിൾ കളറിൽ റഫിൾ ക്രഞ്ചീസ് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് രണ്ട് കളറിലുള്ള ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. സെയിം അളവിലാണ് ഇത് രണ്ടും എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 26 ഇഞ്ചാണ്. വിഡ്ത്ത് 3.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഈ പീസുകൾ ഒപ്പം വെച്ചിട്ട് ഇത് നമുക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല വശം ഉൾഭാഗത്തേക്കാക്കി വെച്ചിട്ട് വേണം നമ്മളൊരു പീസ് കൂട്ടി യോജിപ്പിക്കാൻ. അപ്പോൾ ഇതിലൂടെ ഒരു 1/4 ഇഞ്ചിലൂടെ സ്ട്രെയിറ്റായിട്ട് ഇത് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് ആദ്യം അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇപ്പുറത്തെ സൈഡും അതുപോലെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 1/4 ഇഞ്ചിലൂടെ തന്നെ സ്ട്രെയിറ്റായിട്ട് ഇത് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇത് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശത്തേക്ക് മറിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കറക്റ്റ് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കിങ്ങനെ ചെറിയ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം അളന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗത്ത് ഡോട്ട് ഇട്ടതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് ഇലാസ്റ്റിക് പോകുന്ന അളവിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ഒരു 1/2 ഇഞ്ചിലിങ്ങനെ സെൻറ്ററിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇതിൽ കോർത്തെടുക്കാം. കോർത്തതിന് ശേഷം ഇത് കെട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇലാസ്റ്റിക് കെട്ടിയെടുക്കുക, അടിക്കുക ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. ലാസ്റ്റിക് നല്ല ഉറപ്പിൽ വേണം കെട്ടിയെടുക്കാൻ. അധിക ഭാഗമുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
എന്നിട്ട് ആ കെട്ടിയ ഭാഗം ഇതിൻ്റെ ഉൾഭാഗത്തേക്കാക്കിയിട്ടൊന്ന് തള്ളിക്കൊടുക്കുകയും ചെയ്യാം. ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ അതിൻ്റെ ഉൾഭാഗത്തേക്ക് അത് പോകും. ഇനി ഇതിൻ്റെ സൈഡ് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ടു കളറിലുള്ള റഫിൾ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പേൾ തുന്നിക്കൊടുക്കാം. വൈറ്റ് പേളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പേൾ തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് പ്രാവശ്യമായിട്ട് പേളിലൂടെ കോർത്ത് തുന്നി ഉറപ്പിക്കുക. ഇങ്ങനെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇതിൻ്റെ റൗണ്ടിൽ ചെയ്തെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാന മാർഗ്ഗം ആക്കിയെടുക്കാം. കട്ട് പീസൊക്കെ നല്ല ടൈപ്പ് കട്ട് പീസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കട്ട് പീസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള റഫിൾ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. നല്ല കോമ്പിനേഷൻ കളറിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്ത് നമുക്കിത് സെയിൽ ചെയ്യാം. വീട്ടിലിരുന്ന് നമുക്കിതൊരു വരുമാന മാർഗ്ഗം ആക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.